സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റ് ഇലക്ഷനിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുകയും മറ്റൊരു സീറ്റിൽ രണ്ടാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തു. എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 9 സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 1/6 അഥവാ 16.7% വോട്ട് നേടാനാകാതെ വന്ന സാഹചര്യത്തിലാണ് കെട്ടിവെച്ച തുകയായ 25,000 രൂപ നഷ്ടപ്പെട്ടത്. തുകയുടെ വലുപ്പത്തെക്കാൾ ഉപരി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മിനിമം ജനപിന്തുണ നേടാൻ കഴിയാതെ വരിക എന്നത് പാർട്ടിയെയും മത്സരാർത്ഥികളെയും സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയും അപമാനവുമാണ്. അതാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ഉണ്ടായിരിക്കുന്ന ഗതികേട്. വയനാട്ടിൽ UDF-നും LDF-നുമെതിരെ മത്സരിച്ചത് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ്. ഇദ്ദേഹത്തിന് മൊത്തം പോൾ ചെയ്ത വോട്ടിൽ കേവലം 13% വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ 16.7%-മായ 1,90,999 വോട്ട് ലഭിക്കണമായിരുന്നു. കിട്ടിയതാകട്ടെ 1,41,045 വോട്ടുകളും. ഇതാണ് വലിയ നാണക്കേടിലേക്ക് പാർട്ടിയെയും പ്രസിഡന്റിനെയും എത്തിച്ചത്. വയനാട്ടിൽ ആകെ പോൾ ചെയ്ത വോട്ട് 10,84,653 ആണ്. രാഹുൽ ഗാന്ധി 6,47,445 വോട്ടും ആനിരാജ 2,83,023 വോട്ടും കെ സുരേന്ദ്രൻ നേടിയത് 1,41,045 വോട്ടുമാണ്. എന്നാൽ 2019 തുഷാർ വെള്ളാപ്പള്ളി നേടിയതിലും 62,000-ലധികം വോട്ടിന്റെ വർധനവ് ഉണ്ടാക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുമുണ്ട്. സുരേന്ദ്രന് മാത്രമല്ല കേട്ടോ കെട്ടിവെച്ച കാശ് പോയത്. NDA മുന്നണിയിലെ മറ്റ് 8 പേർക്ക് കൂടി തുക നഷ്ടമായിട്ടുണ്ട്. കണ്ണൂരിൽ C. രഘുനാഥ്, വടകരയിൽ പ്രഫുൽ കൃഷ്ണ, ചാലക്കുടിയിൽ KA ഉണ്ണികൃഷ്ണൻ, എറണാകുളം ഡോക്ടർ KS രാധാകൃഷ്ണൻ, പൊന്നാനിയിൽ അഡ്വക്കേറ്റ് നിവേദിത, മലപ്പുറം ഡോക്ടർ അബ്ദുസലാം, ഇടുക്കിയിൽ സംഗീത വിശ്വനാഥൻ, മാവേലിക്കരയിൽ ബൈജു കലാശാല. ഇവരാണ് ആ 8 പേർ. എന്നാൽ സുരേഷ് ഗോപി അടക്കം NDAയുടെ 11 സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടിയതും മുന്നണിയെ സംബന്ധിച്ച് ആശ്വാസമാണ്. തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരന് 35.52%, ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി V. മുരളീധരന് 31.64%, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് 28.3% ലഭിച്ചത് ഗംഭീര നേട്ടങ്ങളായാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വമടക്കം വിലയിരുത്തുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAയുടെ 13 സ്ഥാനാർത്ഥികൾക്കാണ് സെക്യൂരിറ്റി തുക നഷ്ടപ്പെട്ടത്. അത് പരിഗണിച്ചാൽ പാർട്ടിയുടെ നില മെച്ചപ്പെട്ടു എന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് ആശ്വസിക്കാം. അതേസമയം കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മത്സരിച്ച കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടിയിരുന്നു. അന്ന് സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ നേടാൻ ഇത്തവണ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് സെക്യൂരിറ്റി തുക നഷ്ടപ്പെട്ടിരുന്നു. ഇത്തവണ കോട്ടയത്ത് തുഷാറിന് തുക തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 2019 ആലപ്പുഴയിൽ കെട്ടിവെച്ച കാശ് നേടിയ ഡോക്ടർ KS രാധാകൃഷ്ണന് ഇത്തവണ എറണാകുളത്ത് കാശ് പോയി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ബി.ജെ.പി. നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് വിഹിതം കൂട്ടുകയും അക്കൗണ്ട് തുറക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കുതിക്കുന്നത്. നരേന്ദ്രമോദി 3ാം വട്ടം അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ ക്രമാനുസൃതമായ വളർച്ച ദേശീയ നേതൃത്വത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്.